നമസ്കാരം. വെൽക്കം ടു IAS ഫാക്ടേഴ്സ് IAS കോണ്ടെക്സ്റ്റ് ആൻഡ് ഐ എം അർജുൻ ആർ ശങ്കർ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് ഇത്രയും അധികം ചർച്ച വരുന്നത്? പലരും പറയുന്നു ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടിൽ ഒന്നായി മാറാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം എന്തുകൊണ്ടാണ് നമ്മളിത് തിരിച്ചറിയാതെ പോയത്? പല കപ്പലുകളും പലയിടത്തും എത്താത്ത രീതിയിലുള്ള ഡെപ്ത് നമുക്കിവിടെ ഉള്ളതുകൊണ്ട് കപ്പലുകൾക്കും വലിയ വെസൽസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന് പറയുന്നത്? സോ അദാനിയാണ് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ പലപ്പോഴും സംശയമുണ്ട്, ഈ പോർട്ട് അദാനിയുടെ ആണോ അതോ കേരള ഗവൺമെൻറ് ആണോ? ഇൻട്രൊഡക്ഷനും ഇനോഗ്രേഷനും കമ്മീഷനിങ് ഒക്കെ നരേന്ദ്രമോദിനെ നമ്മൾ കണ്ടത്. അപ്പോൾ ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് ആണോ ഈ പദ്ധതി? ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ട്രേഡിംഗ് വൈസ് ആണെങ്കിലും ഇന്ത്യയുടെ എക്കോണമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? പ്ലസ് 20 വർഷത്തിനുള്ളിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു കംപ്ലീറ്റ് സ്കെയിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വിഴിഞ്ഞം വന്നാൽ 20 വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ അല്ലെങ്കിൽ പോർട്ടിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ എറ്റിമോളജി പരിചയപ്പെടാം. എന്താണ് ഈ എറ്റിമോളജി എന്ന് പറയുന്നത്? നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പേര് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഒരുപാട് കഥകളുണ്ടാവും എപ്പോഴും, എല്ലാ സ്ഥലങ്ങൾക്കും. ഇപ്പോൾ വിഴിഞ്ഞം, ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ ഒരു മനോഹരമായ ഒരു സ്ഥലം കൂടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഒരുപാട് തിയറികൾ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്ന പേരുണ്ടായത് വിഴുങ്ങാൻ എന്നാണ്. നമ്മൾ വിഴുങ്ങാൻ എന്ന് പറയുന്ന സ്വാളോ ചെയ്യാന്ന് പറയുന്നത്. കാരണം തീരദേശത്ത് താമസിക്കുന്ന പണ്ട് കാലത്തെ ആൾക്കാർ പറയുന്നത് കടൽ ഭയങ്കര റഫായി കഴിയുമ്പോൾ ഈ കടൽ വന്ന് ഈ കര അല്ലെങ്കിൽ ഷോറിന് മുഴുവൻ വിഴുങ്ങിക്കളയുമെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള വേവ്സ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്, വിഴുങ്ങാൻ എന്ന് പറയുന്നത്. ഇതൊരു തിയറിയാണ്. പിന്നെ മറ്റൊരു തിയറി പറയുന്നത് വിഴി ഇഞ്ഞം എന്ന് പറയുന്നത്. വിഴി എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലെങ്കിൽ റൗണ്ട് എന്ന് പറയുന്നത്, ഇഞ്ഞം എന്ന് പറഞ്ഞാൽ പോർട്ട് എന്നർത്ഥം വരുന്നത്. കാരണം ഈ ഹാർബറിൻ്റെ ഒരു കേർവ്ഡ് ഷേപ്പ്, ഒരു കർവ് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഈ കർവ് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു പേരും കൂടെ ഉണ്ട്. ഇനി നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ കുറച്ച് ചരിത്രം കൂടെ പരിശോധിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, കുറച്ച് ചരിത്രം കൂടെ അറിയുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഏൻഷ്യൻ ടൈം, പുരാതന കാലം തൊട്ടേ നോക്കാം. പണ്ട് ഏൻഷ്യൻ ടൈംസ് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുസിരിസ്, കൊടുങ്ങല്ലൂരിനൊക്കെ റോമൻ സാമ്രാജ്യമായിട്ട് ട്രേഡ് ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിനൊരുപാട് റെക്കോർഡ്സും ആർക്കിയോളജിക്കൽ എവിഡൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരു പുസ്തകമുണ്ട്, പെറിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്നത്. അതിൽ വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലത്തിനെ വിളിച്ചിരുന്ന പേര് ബലീറ്റ എന്നാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തിന് ബലീറ്റ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. പിന്നീട് വേറൊരു റോമൻ പുസ്തകത്തിൽ ഇതിനെ ബ്ലിങ്ക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടം തൊട്ടേ ബ്ലിങ്ക ബലീറ്റ എന്ന പേരിൽ ട്രേഡ് നടത്തിയിരുന്ന ഒരു സ്ഥലം കൂടാണത്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് റോമൻ എക്സ്കവേഷൻസ് നമുക്ക് കിട്ടിയില്ല. നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് റോമൻ അവിടെ നിന്ന് വന്നിട്ടുള്ള വൈൻസ് ഒക്കെ വിഴിഞ്ഞത്ത് വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏൻഷ്യൻ കാലഘട്ടത്തിൽ. പിന്നീട് ഒരു 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ആഴി രാജവംശം അല്ലെങ്കിൽ ആയി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. ഇവരുടെ ഈ ആയി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലും കൂടെ ആയിരുന്നു വിഴിഞ്ഞം ആ കാലത്ത്. അതുകൊണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പല്ലവാസ്, മഹാബലിപുരം എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് വലിയ കല്ലിൽ തീർത്ത വലിയ റോക്കറ്റ് ടെമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വിഴിഞ്ഞത്തും ഇതേപോലെ തന്നെ റോക്കറ്റ് ഗുഹകളും കേവും ഉണ്ട്, ശിവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതും വിഴിഞ്ഞം എന്ന് പറയുന്നതിൻ്റെ ചരിത്രമാണ്. ഇനി അതുമാത്രമല്ല, വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് പോലും പലപ്പോഴും അറിയാത്തൊരു സംഭവമുണ്ട്. കാന്തല്ലൂർ ശാല എന്ന് പറയുന്ന വലിയ ഒരു, ഇപ്പം നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റി, വിക്രമശില യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയൊരു ലേണിംഗ് സെൻറ്റർ ആയിരുന്നു കാന്തല്ലൂർ ശാല എന്ന് പറയുന്നത്. അതെല്ലാം വിഴിഞ്ഞം ഈ സ്ഥലത്ത് ബേസ് ചെയ്തിരുന്നതാണ്. പറയപ്പെടുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പണ്ടത്തെ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലോകത്തുള്ള ഒരുപാട് ആൾക്കാർ വന്ന് പഠിച്ചിരുന്ന സ്ഥലമാണ് നളന്ദ, വിക്രമശില, തക്ഷശില എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി. ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവരെക്കാട്ടും കൂടുതൽ ആൾക്കാർ പഠിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന സ്ഥലമാണ് കാന്തല്ലൂർ ശാല. ഏകദേശം 60 മുതൽ 65ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിസിപ്ലിൻസും പഠിക്കാനുണ്ട്. നമ്മളിന്നൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-12 കോഴ്സ് പോലെയല്ല, 65-ന് മുകളിൽ ഡിസിപ്ലിൻസും എല്ലാം പഠിച്ചിരുന്ന ഒരു ലേണിംഗ് സിസ്റ്റം കാന്തല്ലൂർ ശാലയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിഴിഞ്ഞം ബേസ് ചെയ്താണുള്ളത്. പിന്നെ ബ്രിട്ടീഷ് സമയത്തും
ഡെഫിനറ്റ്ലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു ട്രേഡിംഗ് ഔട്ട് പോസ്റ്റ് തുടങ്ങുകയുണ്ടായി. പക്ഷേ ബ്രിട്ടീഷുകാർ വേണ്ടത്ര രീതിയിൽ വിഴിഞ്ഞത്തിന് ഉപയോഗിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഇതിൻ്റെ ട്രയൽ ബേസിസിൽ ഈ വിഴിഞ്ഞം പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 1,00,000 TEU. ഈ TEU എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു മെട്രിക് ആണ്, അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാക്കാണ്. 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നാണ്. ഒരു TEU എന്ന് പറഞ്ഞാൽ 20 ഫുട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ അതിൽ കൊള്ളുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വോളിയമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു 20 യൂണിറ്റ് ഉള്ള അതിനകത്ത് എത്ര വോളിയം കൊള്ളിക്കാൻ പറ്റുമോ അതേപോലത്തെ 1,00,000 TEUവിൻ്റെ അത്രയും ട്രേഡും കാർഗോവും വിഴിഞ്ഞം പോർട്ടിലൂടെ പോയി കഴിഞ്ഞു. ആൻഡ് പ്രധാനപ്പെട്ട വലിയ കപ്പലുകളായ MSC തുർക്കി പോലത്തെയുള്ള MSC ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനീസിലൊരു കമ്പനിയാണ്. അവരുടെ കപ്പൽ വരെ ഇവിടെ വന്നു കഴിഞ്ഞു. സോ ഡെഫിനറ്റ്ലി ഒരു ട്രയൽ ബേസിസിൽ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് കുറച്ചധികം ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. കാരണം ഇവിടത്തെ ഉപയോഗിച്ചിരുന്ന കുറേ ക്രെയിനുകളും ബർത്തുകളൊക്കെ ഈ കണ്ടെയ്നറിലും കാർഗോയിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ മെറ്റീരിയൽസ് എല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട്. സോ ഒരു ക്രിറ്റിസിസം ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ഈ പോർട്ട് ആക്റ്റീവ് ആയിരുന്നു ഒരു വർഷം കൊണ്ട്. ഇനി നമുക്കറിയേണ്ടത് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ലോകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ പോർട്ടാണെന്ന് പറയുന്നത്, എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകൾ ULCVs എന്നൊക്കെ പറയുന്ന പോലെ അൾട്രാ ലാർജ് വെസൽസ് പോലത്തെ വലിയ കണ്ടെയ്നർ കാർഗോ ഷിപ്പുകൾക്കെല്ലാം വിഴിഞ്ഞത്ത് ഡയറക്റ്റ്ലി വരാം. ഇനി നമുക്ക് ഇതൊന്നുകൂടെ സിമ്പിളായിട്ട് ഒരു കഥ പോലെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇമാജിൻ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ തീരം എന്ന് വിചാരിക്കാം. ഇവിടെയാണ് നമ്മുടെ കപ്പലുകൾ എത്തേണ്ടത്. അപ്പോൾ കപ്പലുകൾ വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നാണ് കപ്പലുകൾ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വന്ന് ഇവിടെ എത്തുമ്പോഴാണല്ലോ നമുക്ക് വലിയ നമ്മുടെ ഗുഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാർഗോ ഒക്കെ കിട്ടി നമുക്ക് ഗുണമുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും പ്രശ്നം ഈ കപ്പലുകളെല്ലാം വന്ന് ഈ ഒരു നടുക്കുള്ളൊരു പോയിന്റും കൂടെ അസ്യൂം ചെയ്തോളൂ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നടുക്ക്. ഇവിടെ നിന്ന് വരുന്ന കപ്പലുകൾ ഈ പോയിന്റിൽ വന്ന് അവസാനിക്കുകയാണ്. പിന്നീട് ചെറിയ ഷിപ്പുകൾ പോയി, നമ്മുടെ അതിനെ ഫീഡർ വെസൽ എന്നാണ് വിളിക്കുക, ചെറിയ കപ്പലുകൾ പോയി ഈ സ്ഥലത്തുനിന്ന് ഇതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് വിളിക്കാം നമുക്ക്. കാരണം ഇവിടെ നിന്ന് വന്ന കാർഗോ ചരക്ക് കപ്പലുകളെല്ലാം ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിങ്ങനെ കിടക്കുകയാണ്, ഇവിടേക്കാണ് വന്നത്, ഇതാണ് നമുക്ക് വേണ്ടിയുള്ള സ്ഥലം. ഇവിടെ നിന്ന് ചെറിയ കപ്പലുകൾ പോയി ഇവിടെ നിന്നും കാർഗോ ഗുഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. സോ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ ഇന്ത്യൻ പോർട്ടുകളിൽ തുറമുഖങ്ങളിലൊന്നും വലിയ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസിന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആങ്കർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആഴമില്ല. ഒരു തീരത്തിന് അടുത്ത് എപ്പോഴും ഒരു കോസ്റ്റിൻ്റെ സൈഡിലുള്ള വെള്ളം, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കും, അത് വളരെ ക്രിട്ടിക്കലാണ് ഒരു ഷിപ്പിനെ സംബന്ധിച്ചോളം. വലിയ വെസലുകൾ, കാരണം വലിയ വെസലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ അൾട്രാ ലാർജ് വെസൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സീ ലൈൻ കഴിഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ ഇവിടെയല്ലേ കാണുന്നുള്ളൂ, ഇതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് നല്ല ഡെപ്ത് വേണം. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ മാസീവ് സൈസും ഇതിൻ്റെ സ്ട്രക്ചറും കീപ്പ് ചെയ്യാൻ അത്രയും ആഴം വേണം. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 15 മുതൽ 17 മീറ്റർ വരെ നമുക്ക് അത്ര ആഴം ഉണ്ടെങ്കിലാണ് ശരിക്കും ഇവിടെ വരാൻ പറ്റുക. അപ്പോൾ ഇത്രയും വർഷം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇവിടേക്ക് എത്തുന്നില്ല. പക്ഷേ വിഴിഞ്ഞത്തുള്ള പ്രത്യേകത നാച്ചുറലി തന്നെ ഇവിടുത്തെ ആഴം ഡെപ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20 മീറ്ററിലേക്കാണ്. സോ ഇവിടെ നിന്നും പുറപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു അൾട്രാ ലാർജ് വെസലാണെന്ന് വിചാരിച്ചു, ഈ കപ്പലിന് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടേക്ക് വന്ന് നമ്മുടെ പോർട്ടിൻ്റെ അടുത്ത് വന്ന് ആങ്കർ ചെയ്ത് നമുക്ക് ഗുഡ്സും സർവീസസും എത്തിക്കാൻ പറ്റും. അത് വലിയൊരു നേട്ടമല്ലേ? ഇത് തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഇനി ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പോർട്ട്, ഒരു സാധനം കൊണ്ടുവന്നു. ഈ സംഭവങ്ങൾ ഇവിടെ വന്ന് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിലെ കൊളംബോ ആണ് ഒരു പ്രധാന സ്റ്റേഷൻ, 2 സിംഗപ്പൂർ ഒരു പ്രധാന സ്റ്റേഷനാണ്, അതേപോലെ തന്നെ UAE ജബലാലി പോർട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. പ്രധാന നമ്മുടെ കച്ചവടം ചെയ്യാനുള്ള ഗുഡ്സും സർവീസും കാർഗോ ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ചെറിയ ഫീഡർ വെസൽ എന്ന് ഉദ്ദേശിക്കുന്ന ചെറിയ കപ്പലുകൾ പോയാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഡയറക്റ്റ് ആക്സസ് ഇല്ല. ഇനി മുതൽ ഇത് വിഴിഞ്ഞം പ്രോജക്റ്റ് ഇത് സാധ്യമാക്കും. കാരണം ഇവിടുത്തെ പോർട്ടിന് ഈ പറയുന്ന കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി കാണും. ഇനി മുതൽ ഇത്തരമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് നമ്മൾ വിളിച്ച ഈ രാജ്യങ്ങളെ ഒന്നും നമുക്കിനി ഡിപ്പെൻഡ് ചെയ്യേണ്ട. സോ
അത് വലിയൊരു സംഭവം തന്നെയല്ലേ. ഇതിന് പുറമെ വിഴിഞ്ഞത്തിന്റെ മറ്റു പ്രധാന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷനാണ്. കാരണം ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിലാണ്, ഇന്റർനാഷണൽ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ട്, അതായത് ലോകത്ത് തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള മാരിടൈം കൊറിഡോർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അത്രയ്ക്കധികം ട്രേഡ് നടക്കുന്ന ഒരു റൂട്ടാണത്, ഈസ്റ്റ് വെസ്റ്റ് ഇന്റർനാഷണൽ റൂട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷനിൽ തന്നെ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക, മലേഷ്യ ഇന്തോനേഷ്യയുടെ അവിടെ നിന്ന് ശ്രീലങ്കയുടെ സൗത്തിലേക്ക് പതുക്കെ അറേബ്യൻ സീ വഴി അവിടെ നിന്ന് മുകളിലേക്ക് യൂറോപ്പിലേക്ക് കണക്കുന്ന സ്യൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന വലിയ ട്രേഡ് ചെയ്യാനുള്ള റൂട്ടിൻ്റെ 10 നോട്ടിക്കൽ മൈലാണ് വിഴിഞ്ഞം സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ഒരു 10 നോട്ടിക്കൽ മൈൽ എന്നൊക്കെ പറയുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഇന്റർനാഷണൽ ലൈനിൽ ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടൊരു ട്രേഡ് റൂട്ട് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ബലൂചിസ്ഥാനൊക്കെ പറഞ്ഞപ്പോൾ ഗ്വാഡർ പോർട്ട് പറഞ്ഞു, അത്രയും തന്നെ ട്രേഡിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷിപ്പിംഗ് ലൈനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ചരിത്രമുള്ള ഒരു പോർട്ടിന്, ഒരു തുറമുഖത്തിന് ഇത്രയും വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഗവൺമെൻറ് ഒന്നും ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങളും ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് എന്നൊക്കെ പറയുമെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യകാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പോർട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോർട്ടുകളെല്ലാം വികസിപ്പിക്കുന്ന കാലത്ത് ബൾക്ക് കാർഗോയിലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. അതായത് ഈ എണ്ണ, അതേപോലെ തന്നെ അയൺ, സ്റ്റീൽ, ഇങ്ങനത്തെ കുറേ കാർഗോ സംഭവങ്ങൾ, ബൾക്ക് കാർഗോ ആയിരുന്നു നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുത്തിരുന്നത്. ഇതേപോലെ കണ്ടെയ്നർ കാർഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ അൾട്രാ ലാർജ് കണ്ടെയ്നേഴ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വിഷൻ നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഇന്നിപ്പോൾ ലോകം ട്രേഡിങ്ങിൽ നോക്കുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ സിംഗപ്പൂർ പോലെയോ അല്ലെങ്കിൽ കൊളംബോ പോലെയോ ജബലാലി പോലെയോ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ആവണം എന്നൊരു താല്പര്യം നമ്മുടെ പോർട്ട് ഡെവലപ്മെന്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ഓൾറെഡി ഉള്ള കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഒരു ലോബിയിങ് പോലെ ആയിക്കഴിഞ്ഞു, ഒരു മാഫിയ പോലെ ആയിക്കഴിഞ്ഞു. കാരണം അവിടെ നിന്നാണ് മേജർ ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്വന്തമായ ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പോർട്ടിൽ വരുന്ന ബിസിനസ് അല്ലെങ്കിൽ വോളിയം വളരെയധികം കുറഞ്ഞു പോയില്ല, അവരുടെ ബിസിനസ് താഴെ പോയില്ലേ. സോ അവരും ഇൻഡയറക്ട്ലി നമ്മളെ പ്രഷർ ചെയ്തിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സ്വന്തം ഒരു പോർട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം സംവിധാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പിന്നെ മാറി വന്ന ഗവൺമെൻറ്റുകൾ ഡെഫിനറ്റ്ലി അവരുടെ ഒരു വില്ലെന്ന് പറയും, നമ്മൾ അവരുടെ ഒരു തീരുമാനം കൂടെ ഉണ്ടല്ലോ. മാറി വന്ന ഗവൺമെൻറ്റുകളും പിന്നെ ഇവിടെ നടന്ന പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതായത് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും, ഇങ്ങനത്തേക്ക് ഒരുപാട് ആസ്പെക്റ്റുകൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. കാരണം എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഉണ്ട്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാനുണ്ട്. അതേപോലെ ഈ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഇത് വൈകാനുള്ള ഒരു സംഭവത്തിന് കാരണമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തായാലും ഫൈനലി ഇങ്ങനൊരു പോർട്ട് വന്നതിൽ ഇനി ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകളാണ് നമുക്ക് കാണാൻ പറ്റും. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ എന്താണ്? കാരണം ഇതിന് ഇത്രയും വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്കറിയാം. കാരണം ഇത്രയും വലിയൊരു സ്ട്രാറ്റജിക് പോർട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്കുള്ള പൈസ അല്ലെങ്കിൽ ഫണ്ട് ആരാണ് ഇടുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. അദാനിയാണ് ഇതിൽ മെയിനായിട്ട് വന്നത്. ഇതിനു മുന്നേ ഇത് നടക്കാത്തതിൻ്റെ പ്രധാന കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് ഇടുന്ന ഒരു പാർട്ട്ണറും കൂടെ വരണമായിരുന്നു. ആ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇതേപോലെ പോർട്ട്സൊക്കെ മാനേജ് ചെയ്ത് നല്ല പരിചയമുള്ളത് അദാനി തന്നെയാണ്. അപ്പോൾ അദാനി പോർട്ട് ഇതിനകത്ത് വന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് പോയിന്റ്. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ക്രിറ്റിസിസമായിട്ടും പറയുന്നത്. കാരണം ഇത് പോർട്ട് അദാനിയുടെ ആണോ അല്ലെങ്കിൽ അദാനിയുടെ ആയി മാറും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട ഏകദേശം 8,867 crores, ആലോചിച്ച് നോക്കുക, 8,867 കോടി രൂപയുടെ വലിയ പ്രൊജക്റ്റാണ്. സോ കേരള ഗവൺമെൻറ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ, അതാണ് റെക്കോർഡ്സിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ മെജോറിറ്റി ഷെയർ കേരള ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8,867 crores-ൽ 63% ഷെയർ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റാണ് ഈ പോർട്ട് ഓൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 68%, 63 മുതൽ 68% എന്ന് പറയുമ്പോൾ 60% മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഷെയറാണ്. ഈ 8,867 കോടിയിൽ ഓൾമോസ്റ്റ് 5,595 കോടിയോളം കേരള ഗവൺമെൻറ്റാണ് ഇട്ടിട്ടുള്ളത്. പ്ലസ് ബാക്കിയുള്ള ഇപ്പോൾ സ്ഥലമെടുക്കുക അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, റോഡ്, ഇതിനു വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം കേരള ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓൺ ചെയ്യുന്ന നമ്മളാണ്. ഇനി ഈ പോർട്ട് മാനേജ് ചെയ്യാൻ അറിയണ്ടേ നമുക്ക്? കേരള ഗവൺമെൻറ്റിന് ഈ പോർട്ട് മാനേജ് ചെയ്ത് പരിചയമില്ല. അപ്പോൾ പോർട്ട് മാനേജ് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് അദാനി എന്ന് പറയുന്ന കമ്പനി ഇതിനകത്ത് വരുന്നത്.
അവർക്ക് ഇതിനകത്ത് 28% ഇതിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. 28% അവരുടെ ഷെയർ. അതിൽ ഏകദേശം 2454 കോടി രൂപ ഇവരാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇത്രയും ഷെയർ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ഇതിനകത്ത് ഷെയർ ഉണ്ടോ എന്നാണ്. ഡെഫിനറ്റ്ലി യെസ്. കാരണം സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സാഗർമാല ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് വളരെ പോപ്പുലറാണ്. നമ്മുടെ പോർട്ടുകളും നമ്മുടെ കോസ്റ്റൽ ഷിപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു മിഷനും കൂടാണ് സാഗർമാല ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ കേരള ഗവൺമെന്റിന് 63%, അദാനി ഗ്രൂപ്പിന് 28%, ബാക്കി 9% ഇതിനും വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനും ഇതിന് ഷെയർ വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. എല്ലാം ഒരു VGF എന്ന് പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. കാരണം മൊത്തത്തിൽ വിഴിഞ്ഞം പോർട്ട് നടക്കുന്നത് PPP എന്ന് പറയുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നൊരു മോഡലാണ്. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ, നമ്മൾ എക്കണോമിക്സിൽ ഇതിനെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയും. ഇത് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തം ഡിവിഷൻ കിടക്കുന്നത്. സോ ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചാൽ കേരള ഗവൺമെന്റ് ഓൺ ചെയ്യുന്നു. അപ്പോൾ അദാനിക്ക് എന്താ ഇതിനകത്ത് ഗുണം എന്ന് ചോദിച്ചാൽ അടുത്ത 40 വർഷത്തേക്ക് ഇതിൽ ഓപ്പറേഷൻ കൺട്രോൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അദാനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും 40 വർഷത്തെ കൺസെഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇതിൽ പറയുന്നൊരു ക്ലോസ് ഉണ്ട്, ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 20 years. 20 വർഷം വരെ ഇത് കൂട്ടാം. അപ്പോൾ അത്രയും സമയം ഇവിടെ നടക്കുന്ന ട്രേഡ്, മറ്റ് കാര്യങ്ങൾ, കാർഗോ ഹാൻഡ്ലിങ്, ബർത്ത് ചാർജ്, ടെർമിനൽ പോയിന്റ്, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് എല്ലാം നമുക്ക് എടുക്കാം. അത് അദാനിക്ക് മാത്രം എടുക്കാവുന്നതല്ല, കേരള ഗവൺമെന്റും എല്ലാവർക്കും ഒരു റവന്യൂ ഷെയറിംഗ് ഫോർമുലയുണ്ട്. ആ ഫോർമുല അനുസരിച്ചിട്ട് ഇവിടെ വരുന്ന ലാഭം, കാര്യങ്ങളും റവന്യൂ ഒക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റും. സോ അത് തന്നെയാണ് അദാനിയുടെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ഇത്രയും വലിയ പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോർട്ട്സ് നല്ലോണം ഹാൻഡിൽ ചെയ്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു എക്സ്പെർട്ട് പാർട്ടിനെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ റവന്യൂ ഷെയറിംഗ് ഈ ഫോർമുല അനുസരിച്ചിട്ടാണ് ഈ പ്രോഫിറ്റുകളും ലാഭവും ഒക്കെ നമുക്ക് ഇതിൽ വീതിച്ചെടുക്കാൻ പറ്റുക. സോ ഇത്രയും വലിയൊരു പോർട്ട് സിറ്റിയൊക്കെ നമ്മുടെ കേരളത്തിലും വന്നു കഴിയുമ്പോൾ അടുത്ത 20 വർഷം ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊരു അളവിൽ ശരിയുമാണ്. കാരണം വിഴിഞ്ഞമല്ലല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ പോർട്ട് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ നമ്മൾ പോർട്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി ആണെങ്കിലും ബോംബെ ആണെങ്കിലും കൊൽക്കത്ത ആണെങ്കിലും ലിമിറ്റഡ് ഡെപ്ത്, അത് 12 മുതൽ 13 മീറ്റർ ഡെപ്ത് വരെയുള്ള പോർട്ടും നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോർട്ടുകളെല്ലാം തുടക്കത്തിൽ സാധാരണ ഒരു പോർട്ടായിരുന്നു, പിന്നീടാണ് ഒരു പോർട്ട് സിറ്റിയായി. സോ വിഴിഞ്ഞത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത 20 വർഷം പറയുന്നത് സ്ഥലത്തിൻ്റെ വില, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ലെവലിൽ സ്ഥലത്തിൻ്റെ വില അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി, ബിസിനസ് പാർക്കുകൾ, ബിസിനസ് എക്കോസിസ്റ്റം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊളംബോ, ശ്രീലങ്ക, ജബലാലി ഒക്കെ പഠിക്കുമ്പോഴും ചെറിയൊരു പോർട്ടിൽ നിന്നും, ഒരു തുറമുഖത്തു നിന്നും വലിയൊരു ടൗൺഷിപ്പാണ് വളർന്നു വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ മുന്ദ്ര പോർട്ടിൽ തന്നെ ആദ്യം പണ്ട് പത്രത്തലക്കെട്ടുകൾ ഇങ്ങനെ വായിച്ചു വന്നതാണ്, ഫ്രം വേസ്റ്റ് ലാൻഡ് ടു എ ത്രൈവിങ് സിറ്റി എന്നാണ് അതിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. സോ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ബാരൻ മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു മുന്ദ്ര. അതിനെ വലിയൊരു പോർട്ടാക്കി മാറ്റിയപ്പോൾ അന്ന് 93 ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില ഒരു സെൻറ്റിന് ഏകദേശം 4 രൂപയേ ഉള്ളൂ അവിടെ സെൻറ്റിന് വില. പക്ഷെ ഇന്ന് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനോ അളക്കാൻ പോലും പറ്റാത്ത ലെവലിലാണ് ഇതിൻ്റെ പ്രൈസ് മാറിയിരിക്കുന്നത്. സോ വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് എക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും നമുക്ക് ട്രേഡിലും സർവീസസിലൊക്കെ ഒരുപാട് പൈസ വരുമാനമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇവിടെയുള്ള സ്ഥലം, ഇതേപോലത്തെ പോർട്ട് ഡെവലപ്മെൻറ്റ്, ഇതോട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങൾ, ടൗൺസ് എല്ലാം ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് അടുത്ത 20 വർഷം കൊണ്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഡെഫിനറ്റ്ലി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലാക്കി. സോ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിഴിഞ്ഞം ഈ ഒരു ലെവലിലേക്ക് ശരിക്കും വരുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.